അവർ പ്രീ ലോഞ്ചിൽ എത്രയ്ക്കാണ് വിറ്റത്, ഇപ്പൊ എത്രയാണ് പ്രൈസ് കൂട്ടിയിരിക്കുന്നത്, എത്ര ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പൊ 31 ലക്ഷം രൂപ ഡിഫറൻസ്, 2 വർഷം വേറൊരുത്തം കിട്ടിയ ലീഗൽ കേട്ടോ, അതോടെ പറഞ്ഞേക്കാം. നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ലാസ്റ്റ് വീക്ക് വിസിറ്റ് ചെയ്തവരെ ഡൽഹിക്കാര്, അവരെ ഒരു ഡേ ഫുള്ള് നമ്മൾ കറക്കിയപ്പോ അവർക്ക് കൊച്ചു ശരിക്കും വലിയ ഐഡിയ ഇല്ല, പക്ഷെ നമ്മൾ ഫുൾ കറക്കി കഴിഞ്ഞപ്പോ അവർക്ക് വൈകിട്ടായപ്പോ അവർ ഭയങ്കര ഹാപ്പി ശരിക്കും. അല്ല അതെന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കസ്റ്റമറിന്റെ നീഡ് അനുസരിച്ച് അവർക്കുള്ള പ്രൊഡക്റ്റ്, നമുക്ക് പ്ലസും മൈനസും പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം കുഴപ്പമില്ല. അപ്പം കസ്റ്റമറിന്റെ നീഡാണ് ഇപ്പം നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത്. നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീഡായിരിക്കും ഈ സാധനം വിൽക്കാന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മാത്രം നമ്മൾ റെഡി മൂവിൻ നോക്കുന്ന കസ്റ്റമേഴ്സിന് ഇപ്പം ഓൺലൈൻ കൊടുത്തു. അവർക്ക് റെഡി മൂവിൻ നോക്കുന്നു, അത്രേ ഉള്ളൂ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഓൺലൈൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലസ് പോയിന്റ് ആണ്, സന്തോഷം അല്ലേ. അവര് ശരിക്കും പറഞ്ഞാൽ ഓർക്കുന്ന, അവര് പറഞ്ഞാൽ റെഡി ടു മൂൻ വേണമെന്ന് അവർ മനസ്സിൽ ചിന്തിച്ച, പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. പണ്ടത്തെ എന്തോ ഒരു കാരണം കൊണ്ട് അവർ അങ്ങനെ പറഞ്ഞില്ല. കസ്റ്റമർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ഈ ഇൻവെസ്റ്റ് ചെയ്യാനും ഈ ഒരു സെയിം ആ ഒരു ഇതിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം നമ്മളെ പോലെ ഉള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരില്ലാതെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും സെർച്ച് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ഇതിനകത്ത് വേറൊരു പ്ലസ് പോയിന്റ് ഉണ്ട്, ഡൽഹിയിലായതുകൊണ്ട് ചാനൽ പാർട്ട്നേഴ്സ് അല്ല, ബാക്കിയുള്ള മെട്രോസിലെല്ലാം ആ ഒരു മാറ്റം വന്നു. ഇപ്പൊ ഇവിടെ ഒരു കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആണ് ചാനൽ പാർട്ട്ണർ. അതായത് നമ്പർ ഓഫ് ചാനൽ പാർട്ട്നേഴ്സിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രൊഫഷണൽ ചാനൽ പാർട്ട്നേഴ്സിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കുറേ ഉണ്ട്, ബ്രോക്കർമാർ അല്ലെങ്കിൽ അങ്ങനത്തെ കാറ്റഗറിയിലുണ്ട്. പക്ഷേ അതല്ല നമുക്ക് ലാസ്റ്റ് വരെ കൂടെ നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ സംബന്ധിച്ച് നമ്മൾ ടോട്ടൽ റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷൻ തന്നെയാണ്. കസ്റ്റമർ ലാസ്റ്റ് നമ്മൾ ഇൻറ്റീരിയറിൻ്റെ ഹെൽപ്പ് ചെയ്യും. ഇൻറ്റീരിയർ അപ്പം അതിനകത്ത് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എന്താണ് ഓപ്റ്റായിട്ടുള്ള സംഭവം ചെയ്ത് കഴിയും. നാളെ റെൻ്റലിന് കൊടുക്കണമെങ്കിൽ റെൻ്റൽ ചെയ്യും. ഇനി ഇതല്ല ഷാളോ ഇൻവെസ്റ്റ് ചെയ്ത ബാങ്കിങ് സപ്പോർട്ട് ഇപ്പം കഴിഞ്ഞ ഡൽഹി കസ്റ്റമേഴ്സ് അവരൊന്നും അറിഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് ബാങ്ക് ലോൺ സംഭവങ്ങളോട് ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് ഒന്നും കേട്ടോ, നമ്മുടെ ഡോക്യുമെന്റ്സ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് നടന്നു. മറ്റേ ഓർക്കുന്നുണ്ടോ നമ്മുടെ ദുബായ് കസ്റ്റമർ, പുള്ളി വന്നു കഴിഞ്ഞിട്ട് ഓർക്കില്ല, പുള്ളി 2 ദിവസം വന്നു. എനിക്ക് വീട് രഞ്ജുവിനോട് പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ വരും, ഞാനൊരു ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ വീട് ഫൈനലൈസ് ചെയ്തിട്ട് എഗ്രിമെന്റ് ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞു. 2 ദിവസമില്ല, 1 ദിവസം കൊണ്ട് വീട് ഫൈനലൈസ് ചെയ്തു. 2ാമത്തെ ദിവസം നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തു. അതും നല്ല ഏറ്റവും ബെസ്റ്റ് റേറ്റിന്, പുള്ളി പോലും പ്രതീക്ഷിക്കാത്ത ഒരു റേറ്റിന് അത് ചെയ്തു. അപ്പം പുള്ളി ഞങ്ങളുടെ പറയുന്നുണ്ട്, വേറൊരു വീട് കാണിച്ചിട്ട് പറഞ്ഞു ഇത് തന്നെ എടുത്തേക്കാം, ഇനിയിപ്പോൾ സാരമില്ല റേറ്റിൻ്റെ നോക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ റെഫറൻസ് ആണ് പുള്ളിയുടെ ഫ്രണ്ടാണ് അത് കഴിഞ്ഞിട്ട് അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ്. റെഫറൻസ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേ അല്ല റെഫറൻസ് ആണ് നമ്മുടെ ലൈഫ്. അതാണ് ഇപ്പം മാർക്കറ്റിങ്ങിനേക്കാളും കൂടുതൽ റെഫറൻസോട് വീഴുമ്പോഴത്തേക്കുള്ള സെയിൽസ് സാധ്യതയും കൂടുതലാണ്. ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട്, റെഫറൻസ് ആയിട്ട് ഓരോ ആൾക്കാർ ഹാൻഡിൽ പോകുമ്പോൾ അവരെല്ലാം ആ ഗ്രൂപ്പിലേക്ക് ആഡായിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പം ചാനൽ പാർട്ണറുടെ ത്രൂ എടുത്തു കഴിയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ചാനൽ പാർട്ണറുടെ ത്രൂ എടുത്തു കഴിയുമ്പോഴത്തേന് ഞങ്ങൾക്ക് നഷ്ടമാണോ, ഞങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറിന് അറിയത്തില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു ബിൽഡറിന് വേണ്ടി ചെയ്യുന്നത് 1 ബുക്കിങ്ങോ 2 ബുക്കിങ്ങോ അല്ല, നമ്മുടെ നമ്പർ ഓഫ് ബുക്കിങ്സ് കൂടുതലാണ്. അപ്പം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു പ്രോജക്റ്റിൻ്റെ പ്രൈസ് അറിയാം. അവർ പ്രീ ലോഞ്ചിൽ എത്രയ്ക്കാണ് വിറ്റത്, ഇപ്പോൾ എത്രയാണ് പ്രൈസ് കൂട്ടിയിരിക്കുന്നത്, എത്ര ഡിസ്കൗണ്ട് കിട്ടും, ഈ കാര്യങ്ങളെല്ലാം നമ്മളെപ്പോലെ അറിയാവുന്നവർ വേറെ ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കസ്റ്റമർ സൈഡിലാണ്. കസ്റ്റമറിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഏറ്റവും ബെസ്റ്റ് പ്രൈസും നോക്കണം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രണ്ടുകൂടെ സംസാരിച്ച ഒരു കസ്റ്റമർ ഡയറക്റ്റ് സംസാരിച്ച് കിട്ടിയ പ്രൈസിനേക്കാളും നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റി. അതിനേക്കാളും നല്ല യൂണിറ്റ് ആ പ്രോജക്റ്റിൽ തന്നെയാണ്, അതിനേക്കാളും നല്ല യൂണിറ്റ് കൊടുക്കാൻ പറ്റി. അപ്പം അതിൻ്റെ ഇത് റീസൺ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നമുക്ക് ബിൽഡേഴ്സുമായിട്ടുള്ളൊരു ബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബിൽഡേഴ്സിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റായിട്ടുള്ള കണക്ടിവിറ്റി ഒക്കെ കാരണം ഈ ഒരു ബെനിഫിറ്റ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് കസ്റ്റമറിനും. ബിൽഡേഴ്സിനും ആക്ച്വലി അതല്ലേ നല്ലത്, അവർക്ക് മാർക്കറ്റിങ്ങിനും സെയിൽസിനും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമല്ലേ. അല്ല ബിൽഡേഴ്സ് കുറച്ചല്ലോ, ബിൽഡേഴ്സ് എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെയിൽസ് പേഴ്സൺ, അതായത് സൈറ്റ് കാണിക്കുക അല്ലെങ്കിൽ ക്ലോസിംഗിലേക്ക് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് സെയിൽസ് പേഴ്സന്റെ അളവ് കുറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സിന്റെ സൈറ്റ് എടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ല ഹോട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ ആ ഒരു സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ കേസുകളാണെന്ന് അവർ പറയുന്നത്. അപ്പം ആ ഒരു ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചേഞ്ച് വന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫുൾ ടൈം ഉണ്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് നമ്മൾ ലൈഫ് ലോങ് ഉണ്ട്.
അപ്പം നാളെ ഇത് വിൽക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളുണ്ട്. അപ്പം അവർക്ക് വേറൊരു സ്ഥലം പോകും അല്ലെങ്കിൽ കണ്ടുപിടിക്കുക ഒന്നും എത്ര ഇവിടേക്ക് നമ്മൾ കമ്മിറ്റ്മെന്റ് കൊടുത്ത കേസുകളുണ്ട്, പല കമ്മിറ്റ്മെന്റ് കൊടുത്ത കേസുണ്ട്. അതുപോലെ ഇപ്പം പ്രീ ലോഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജോയിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ജോയിച്ചേട്ടന്റെ ലാസ്റ്റ് വിത്തെ പുള്ളി 2 വർഷം മുമ്പാ 2022 ആ സമയത്ത് എന്താണ് പുള്ളി ആ ഒരു പ്രീ ലോഞ്ചിന്റെ സമയത്ത് ബുക്ക് ചെയ്യുന്നത്. അന്ന് പുള്ളി ബുക്ക് ചെയ്യുന്ന സമയത്ത് എടുത്ത പ്രൈസിനെ കാട്ടി ഇപ്പൊ എനിക്ക് 30 ലക്ഷം രൂപയ്ക്ക് മേലെയാ. 30 ലക്ഷം ആണോ? 45 എടുത്തേ ആണോ? ഞാൻ ഓർത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 അത്ര റേറ്റ് കുറച്ച്. ഇപ്പൊ ബിൽഡർ 9,000 പക്ഷെ ആൾക്കാർ റീസെയിൽ ഒക്കെ 8,500 ഒക്കെ ഞാൻ പറഞ്ഞു വന്നറിയാം. ഈ പ്രീ ലോഞ്ചിന്റെ സമയത്ത് ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റേറ്റിന്റെ ഒരു ഡിഫറൻസ്, വാല്യൂ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. അത് ജസ്റ്റ് നമുക്ക് എക്സാമ്പിൾ, നമുക്ക് ലൈവ് എക്സാമ്പിൾ 31 ലക്ഷം രൂപ ഡിഫറൻസ് 2 വർഷം. വേറൊരുത്തം കിട്ടിയത് വേറെ ഏതാ ലീഗൽ കേട്ടോ, അതോടെ പറഞ്ഞേക്കാം. ലീഗൽ നാളെ എന്തെങ്കിലും ഒന്ന് എഴുതി കാണിക്കണം കേട്ടോ. ഹാപ്പിയാണ് പുള്ളിയെ ചെലവെല്ലാം ചെയ്തോ. തുടക്കത്തിൽ എടുക്കുമ്പോൾ തന്നെ അവരുടെ അത്രയും പൈസ അത്രയും സമയം ഇതായി. പക്ഷെ ഇപ്പോൾ എടുക്കുവാണെങ്കിലും ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ടല്ലോ, ആ അപ്രീസിയേഷൻ എന്ത് വന്നാലും കിട്ടും. പക്ഷെ പ്രീ ലോഞ്ചിൽ എടുത്ത് അത്രയും കിട്ടിയാല എങ്കിലും ആ ഒരു ഇത് കിട്ടും. കാരണം റെഡി ടു മൂവിന് എടുക്കുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ്, ഇമീഡിയറ്റ് റെന്റൽ കൊടുക്കേണ്ടവർക്ക് റെന്റൽ കൊടുക്കാം. അത്രയും ഒരു ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ പ്രീ ലോഞ്ചിന്റെ ഇപ്പൊ ഈ പറഞ്ഞത് ഭയങ്കര. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് 31 ലക്ഷം രൂപ 30 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ ഒരു സംഭവത്തിലും കിട്ടിയത്. അതൊരു അല്ല. വേറൊരു സംഭവം നമ്മൾ കാക്കനാട് നമ്മൾ ഒരു റെഡി ടു മൂവിനായിട്ടുള്ള യൂണിറ്റുകൾക്ക് നമുക്കിപ്പം കുറച്ച് യൂണിറ്റുകൾക്ക് നമ്മൾ നല്ല റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം. മാർക്കറ്റിൽ ഇപ്പോൾ ഇമ്മീഡിയറ്റ് മേടിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഉള്ള പ്രൈസിനേക്കാളും ഏകദേശം എനിക്ക് തോന്നുന്നു 8 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഇന്ന് മേടിക്കുന്ന ആൾക്ക് 8 ലക്ഷം രൂപ പ്രോഫിറ്റാണ്. അല്ല, ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലോഞ്ച് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് പോകുന്ന ആ ഒരു പ്രൊജക്ടിന്റെ സെയിം വാല്യൂവിന് ഒരു റെഡി ടു മൂവ് അപ്പാർട്ട്മെന്റ് അവിടെ റെന്റൽ റിട്ടേൺ എത്രയുണ്ട്? 2 ബെഡ്റൂമിന് മിനിമം. അത് ഫർണിഷ് ചെയ്ത് കൊടുത്താലോ? അപ്പൊ 2 രീതിയിൽ റെന്റൽ കൊടുക്കുമ്പോഴത്തേന് ആൾക്കാർ 2 രീതി ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് സെമി ഫർണിഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ചില ആൾക്കാർ ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യാത്തവർക്ക് 34-35 അതായത് നമ്മളെല്ലാം പല കമ്പനിയിൽ വർക്ക് ചെയ്ത് വരാം. അപ്പൊ നമ്മുടെ എല്ലാവരും മിക്കവാറും ഉള്ള കസ്റ്റമേഴ്സ് എല്ലാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ ഇവിടെ കാണുമോ? അതെ. അപ്പൊ ആ സമയത്ത് നമ്മൾ പറയും തീർച്ചയായിട്ടും നമ്മളുണ്ട്. കാരണം നമ്മൾ ഓർക്കുന്ന അന്നേരം ഉണ്ടെന്നാണ്. അല്ല, കാണുന്നുണ്ടാവും. അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ആ കമ്പനിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് നമ്മൾ പറയും നമ്മളുണ്ട്. ഈ പ്രോജക്റ്റ് തീരുന്നോടം വരെ, ഇല്ലെങ്കിൽ കമ്പനി തീരുന്നോടം വരെയോ അല്ലെങ്കിൽ കമ്പനി നമ്മളെ പറഞ്ഞു വിടുന്നോടം വരെയോ നമ്മൾ കാണുമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ പോകും. അപ്പോൾ ഇപ്പോഴത്തെ ഇത് നോക്കിയേ, നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴത്തേനും ഓരോരുത്തരാണ് ഓരോ ബിൽഡറിലും വർക്ക് ചെയ്യുന്നത്. ടോപ്പായിട്ടുള്ള ആൾക്കാർ കാണും, പക്ഷേ നമ്മളുമായിട്ട്, അതായത് ഒരു കസ്റ്റമറുമായിട്ട് സംസാരിച്ച വ്യക്തികൾ ചിലപ്പം കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് കാണില്ല. അപ്പോൾ ആ സമയത്ത് ഇവർ പല കമ്മിറ്റ്മെൻറ്റ്സും പുറത്തുണ്ടായിരിക്കും. നമ്മൾ ഇൻറ്റീരിയറിന് ഹെൽപ്പ് ചെയ്യാം, റെൻ്റലിന് ഹെൽപ്പ് ചെയ്യാം, അങ്ങനെ പല സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരെ കാണുന്നില്ലല്ലോ. പക്ഷെ അതിനകത്തൊരു മീഡിയേറ്റർ ഉണ്ടെങ്കിൽ, ഇപ്പം ഒരു പ്രൊഫഷണൽ ചാനൽ പാർട്ണർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതൊരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ അവർ സ്ഥിരം കാണും. കാരണം നമ്മുടെ ജീവിതം ഇതാണ്, നമ്മുടെ ബിസിനസ് ഇതാണ്. അപ്പം നമുക്ക് കസ്റ്റമറായിട്ടുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ അവരുമായിട്ടുള്ള അടുത്ത ഇപ്പം ഇന്ന് മേടിച്ച കസ്റ്റമർ 1 വർഷം കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ മേടിക്കുമ്പോൾ നമ്മുടെ ത്രൂ മേടിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി ഇപ്പോഴും ആ കണക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബിൽഡറുമായിട്ടുള്ള ബന്ധം യാതൊരു രീതിയിലും ഒരു ഫൈറ്റ് വരാത്ത നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇവർക്കുള്ള കമ്മിറ്റ്മെൻറ്റിന് നമുക്ക് കൂടെ നിൽക്കാൻ പറ്റും. റെറ ഏജൻസി പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് റെറയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന റെറ പ്രോജക്റ്റുകൾ മാത്രമേ വിൽക്കാവുള്ളൂ എന്ന് പറഞ്ഞാണ്. അപ്പം അതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യണം ഏതൊക്കെയാണ് നല്ല പ്രോജക്റ്റുകൾ. അപ്പോൾ നമ്മൾ +or - പറഞ്ഞു കൊടുക്കുന്നുണ്ട്. Net Worth Prop, Total Real Estate Solution.